ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റീന. ഫോറക്സ് മാർക്കറ്റിൽ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാം. ഏതൊക്കെ സിഗ്നൽ എടുക്കണം, ഏതൊക്കെ സിഗ്നൽ റിവേഴ്സ് പോകും, അതേപോലെ കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റിലൂടെ പറയുന്നത്. ഇപ്പോൾ ഗോൾഡ് ആണ് കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച വന്ന സിഗ്നൽ ഇന്നെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 2 ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ വെള്ളിയാഴ്ച വന്ന സിഗ്നൽ കണ്ടിന്യൂവേഷൻ പോയി സപ്പോർട്ട് എടുത്തും മാർക്കറ്റ് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് എൻട്രി, അതായത് മാർക്കറ്റ് ഇറങ്ങി നിൽക്കുന്ന മാർക്കറ്റിൽ പിന്നെയും ഇറങ്ങുമ്പോൾ അതോ തിരിച്ച് നമുക്ക് എവിടുന്ന് എക്സിറ്റ് ചെയ്യണം, എവിടുന്ന് രണ്ടാമത് എൻട്രി എടുക്കണം, സെല്ലാണോ ബൈ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഇന്ന് ലൈവ് പറഞ്ഞു തരാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പണായി. ഇപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് നമുക്കിവിടെ കാണാം. ഇതിനകത്ത് റെഡ് കളർ ഡൗൺ ആരോ ആണ് സെല്ല്, ഗ്രീൻ ആണ് ബൈ. അപ്പോൾ ഇപ്പോഴത്തെ ബൈ സിഗ്നൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്ക് ശേഷം വന്നതാണ്. അതിന് എൻട്രി പോയിന്റ് ടാർഗറ്റും ഉണ്ട്. പക്ഷേ ഇത് സിഗ്നൽ വന്നതിന് ശേഷം നമുക്ക് ക്യാൻഡിൽ കളർ താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസിൻ ബൈസും ഒക്കെ ഗ്രീൻ ആയിട്ടുണ്ട്. ഗ്രീൻ വന്നതിന് ശേഷം കയറാൻ ശ്രമിച്ചു, പക്ഷെ തിരിച്ചൊരു ബാക്കപ്പ് ട്രേഡ് അടിക്കുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് എക്സ്ട്രാ കളർ, അതായത് കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്ത് വിടാം. ഇപ്പം ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടം വരെ ഒരു സെൽ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് കുറച്ചൊന്ന് ബൈ കയറാൻ ശ്രമിച്ചു, പക്ഷേ ഇത്രയും നേരം കൺഫർമേഷൻ ഇല്ലാതെ കുറച്ച് കയറിയിട്ട് അവിടെ ബൈ തരുമ്പോൾ പിന്നെ നമുക്ക് കൺഫേം ആയതിനു ശേഷം നെക്സ്റ്റ് ബ്രേക്ക്ഔട്ടിൽ എടുക്കാവൂ. കാരണം ചിലപ്പോൾ തിരിച്ചടിച്ചിട്ടേ കയറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് നോക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കാം. അഥവാ നമ്മൾ മിസ്റ്റേക്കിൽ എടുത്തു കഴിഞ്ഞാലും അവിടുന്ന് നമുക്ക് റിവേഴ്സലിന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ കളർ സോഫ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ മിസ്റ്റേക്കിൽ ഒരു എൻട്രി എടുത്താലും നമുക്ക് ലോസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു പൊസിഷൻ സോഫ്റ്റ് നമുക്ക് പറഞ്ഞു തരും. അതിൽ എക്സ്ട്രാ കളർ വൈറ്റ്, അതേപോലെ ബ്ലൂ കളർ, ഓറഞ്ച്, ഇങ്ങനത്തെ ഇങ്ങനത്തെ എക്സ്ട്രാ ക്യാൻഡിൽസ് കാണിക്കുന്ന സൈഡ് വേസ് ആണ് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറയുവാണ്. പക്ഷേ നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ അയക്കുന്നിടത്തോളം ബൈ തന്നെയാണ്. വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് പേഷ്യൻസ് ഉള്ളവർക്ക് നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഇറങ്ങി തിരിച്ചു കയറും ചാൻസ് സോഫ്റ്റ്വെയറോടെ പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കാം. അതിനാണ് താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആയിരിക്കുന്നിടത്തോളം മാർക്കറ്റ് ബൈ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇന്നലത്തെ സെല്ല് നോക്കുകയാണെങ്കിൽ സെൽ സിഗ്നൽ കണ്ടിന്യൂവേഷൻ ആയ സപ്പോർട്ട് ഇവിടെ എടുത്തു. സപ്പോർട്ട് എടുത്ത് 1-2 നമുക്ക് മാർക്കറ്റ് ഇറങ്ങി നേരെ 2494 വരെ പോയിട്ട് തിരിച്ച് ബാക്ക് ട്രേഡ് അടിച്ചു. ഇവിടം വരെ മാർക്കറ്റ് കയറി. പിന്നെ നമുക്ക് പിന്നെയും 2503 ബ്രേക്ക്ഔട്ട് പോയതാണ്. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് പിന്നെ ഇറങ്ങി 2490 വരെ പോയിട്ടുണ്ട്. അപ്പം നല്ല റിട്ടേൺസ് നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് മോർണിംഗിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന ബൈ വലിയൊരു കൺഫർമേഷനിൽ, എന്നാലും മോർണിംഗിലത്തെ ആ ട്രേഡ് ഇനഫാണ്. നല്ലൊരു ഡൗൺ ട്രേഡാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏത് മാർക്കറ്റിലും വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഫോറക്സിൻ്റെ ടൈം ഫ്രെയിം വെക്കേണ്ടത് മാത്രം ശ്രദ്ധിക്കുക. ഫോറക്സ് മാർക്കറ്റിൽ 31 അവർ മിനിമം 15 മുകളിൽ ടൈം ഫ്രെയിംസ് വെക്കാൻ ശ്രമിക്കുക. 5 മിനിറ്റ് ഒരിക്കലും വെക്കാതെ. 5 മിനിറ്റ് സ്കാൽപ്പിംഗ് ആണ്. അവിടെ അപ്പ് ഡൗൺസ് റിവേഴ്സിൽ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. 15 മേലെ ടൈം ഫ്രെയിംസ് കുറച്ചുകൂടെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. 31 അവർ 4 ഒക്കെയാണ് നല്ല ടൈം ഫ്രെയിംസ്, നല്ല ആക്യുറേറ്റ് ടൈം ഫ്രെയിംസ് 31 അവർ 4 ആണ്. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 8 സ്ട്രാറ്റജികളുണ്ട്. ഇത് ലേറ്റസ്റ്റ് വേർഷൻ്റെ 8ാമത്തെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതേപോലത്തെ എല്ലാ സ്ട്രാറ്റജികളും എങ്ങനെ വർക്ക് ചെയ്യുന്ന ലൈവിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.